രചന സംഭാഷണം രുദ്രപ്രിയ. വൈകുന്നേരത്തോടെ ജയനും ദേവിയും പോകാൻ റെഡിയായി ഇറങ്ങി വന്നു. നിങ്ങളിന്ന് പോകുന്നോ മക്കളെ? ഭവാനിയമ്മയുടെ ചോദ്യം കേട്ട് ദേവി ജയനെ നോക്കി. ഞാൻ ഇറങ്ങുന്നമ്മേ. മോളും ദേവി ഇവിടെ നിൽക്കും. എനിക്ക് അത്യാവശ്യമായി കുറച്ച് വർക്കുകളുണ്ട് ചെയ്ത് തീർക്കാൻ. ഞാൻ നാളെ വൈകുന്നേരം ദേവിയെയും മോളെയും വന്ന് വിളിക്കാം. മോനെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. നിന്നോടും കൂടി ഇവിടെ നിൽക്കണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അവിടെ മഹേശ്വരി തനിയല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ ഇറങ്ങില്ല അമ്മേ, കുറച്ച് നേരം കൂടി കഴിയും. മാതുമോള് ഹരിയുടെ തോളിൽ കയറി പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണ്. അമ്മു ഭക്ഷണം കഴിഞ്ഞ് അല്പം കിടന്നു. ക്ഷീണം കാരണം. ദത്തൻ 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പോൾ അവൾ പോകും. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം മോനെ, കഴിക്കാനെടുത്ത് വയ്ക്കാം. ഭവാനിയമ്മ അകത്തേക്ക് പോയതും ജയൻ റൂമിനുള്ളിലേക്ക് പോയി. ജയൻ്റെ പിന്നാലെ ദേവിയും ചെന്നു. കുട്ടേട്ടൻ എന്താ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞത്? ജയൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മനസ്സിലാകും തൻ്റെ മനസ്സ്. തനിക്ക് ഇന്നിവിടെ തങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ട്. എന്നെ അവിടെ ആക്കിയിട്ട് കുട്ടേട്ടൻ മാത്രം എന്താ പോകുന്നത്? അവിടെ അമ്മയുടെ കൂടെ സുധചേച്ചി ഉണ്ടല്ലോ. പിന്നെന്തിനാ കുട്ടേട്ടൻ ഇപ്പോൾ ധൃതി പിടിച്ച് പോകുന്നത്? ജയൻ ദേവിയെ മുന്നിൽ പിടിച്ച് നിർത്തി. ഇവിടെ എന്നോടൊപ്പം ഉള്ള ഓരോ നിമിഷവും തനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടലായിരിക്കും. ഇത് നിങ്ങളുടെ മുറിയാണ്. നിങ്ങളുടെ സ്വകാര്യത നിറഞ്ഞ ഇവിടെ ഞാൻ നിന്നോടൊപ്പം ചെലവഴിക്കുമ്പോൾ തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ പറയല്ലേ കുട്ടേട്ടാ. എനിക്ക് വീർപ്പുമുട്ടലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് കുട്ടേട്ടന് എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ടല്ല. ദേവേട്ടൻ്റെ ഓർമ്മകളിൽ ഞാൻ തളയ്ക്കപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. എൻ്റെ ദേവേട്ടൻ്റെ ആത്മാവ് എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ മോളെ ഇന്നിവിടെ വന്നപ്പോൾ ദേവനും മോനും ഉറങ്ങുന്ന സ്ഥലം കണ്ടപ്പോൾ? കുട്ടേട്ടാ, എത്രയായാലും എനിക്ക് എൻ്റെ ദേവേട്ടനെയും മോനെയും മറക്കാൻ കഴിയില്ല. കുട്ടേട്ടൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ചേർത്ത് വെച്ചെങ്കിലും ചിത്രയെ മറക്കാൻ കുട്ടേട്ടന് ഇപ്പോഴും കഴിയുന്നോ? നമ്മൾ 2 പേരും 2 ജീവിതം തിരഞ്ഞെടുത്തുവെങ്കിലും നമ്മുടെ 2 പേരുടെയും മനസ്സിൽ അവരുണ്ട്. അവരുടെ തിളങ്ങുന്ന ഓർമ്മകളുണ്ട്. വേദനിപ്പിക്കുന്ന മുഖമുണ്ട്. ഈ വീട്ടിലെത്തുമ്പോൾ ഞാൻ എൻ്റെ ദേവേട്ടനോടൊപ്പം കഴിഞ്ഞ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ ഓർത്തു പോകും. എൻ്റെ ദേവേട്ടൻ്റെ സാമീപ്യം ഞാൻ അറിയും. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ എൻ്റെ മോളും കുട്ടേട്ടനും മാത്രമേ ഉള്ളൂ. ഈ സ്നേഹവും സാന്നിധ്യവും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. കുട്ടേട്ടൻ പോകുന്നെങ്കിൽ എന്നെയും മോളെയും കൂടി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ദേവൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മുറിയിൽ എന്നോടൊപ്പം കഴിയാൻ നിനക്ക് പറ്റും കുട്ടേട്ടാ. എൻ്റെ ദേവേട്ടൻ എവിടെയും പോയിട്ടില്ല. ഈ മനസ്സിലുണ്ട്. ഞാൻ കുട്ടേട്ടനെ കാണുന്നതിന് മുമ്പ് എൻ്റെ ദേവേട്ടനിലൂടെ കുട്ടേട്ടൻ എന്നെ അറിയുന്നുണ്ടായിരുന്നില്ലേ? ഈശ്വരൻ നമ്മളെ തമ്മിൽ നേരത്തെ ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കണം. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനെൻ്റെ ദേവേട്ടൻ ഒരു നിമിത്തമായതായിരിക്കും. ഹരി മോളെയും കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പിന്നാലെ ഭവാനിയമ്മയും വന്നു. വാ മോളെ, നിനക്ക് കഴിക്കാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ജയേട്ടൻ പോകാൻ തുടങ്ങുമായിരുന്നോ? ഇന്നിനി യാത്ര വേണോ ജയേട്ടാ? ഇവിടെ തങ്ങിയാൽ പോരെ? ഹരിയും കൂടി ചോദിച്ചപ്പോൾ ജയൻ ദേവിയെ നോക്കി. ഇല്ലടാ, ഞാൻ ഇന്ന് പോകുന്നില്ല. ജയൻ പറഞ്ഞു. അത് നന്നായി. മോൻ വാ, അമ്മ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. ദേവൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെയായിരുന്നു ഭവാനിയമ്മ ഉണ്ടാക്കിയത്. പയറുപ്പേരിയും പുളിശ്ശേരിയും ചെമ്മീൻ തീയലും ദേവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതൊക്കെ അവർ സന്തോഷത്തോടു കൂടി ജയൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്തു. ജയൻ കഴിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ ഭവാനിയമ്മയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ജയൻ അമ്മയോടും ഹരിയോടും അമ്മുവിനോടും കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോൾ ദേവനെ ഓർമ്മ വരും. അമ്മുവിനെ ദേവി നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ചു. മാതുമോൾക്ക് ഒരല്പം ചോറ് 2-3 തവണയായി വായിൽ വെച്ച് കൊടുത്തു. ഭവാനിയമ്മയും ദേവിയും അമ്മാവനെ ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത്. അവർ കഴിക്കാനിരിക്കുമ്പോൾ ജയൻ നിന്ന് വിളമ്പിക്കൊടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. രാത്രിയിൽ കിടക്കാൻ നേരം മോളെ ഉറക്കി കിടത്തിയ ശേഷം ജയൻ ദേവിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. 2 പേർക്കും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. പരസ്പരം ഒന്നും മിണ്ടാതെ ഏറെ നേരം അങ്ങനെ കിടന്നു. പുറത്ത് മഴ ചാറി തുടങ്ങി. പുതുമണ്ണിനെ നനച്ചുകൊണ്ട് മണ്ണിൻ്റെ ഗന്ധം. ഓർമ്മകളുടെ കുത്തൊഴുക്ക് 2 പേരിലും ഒരുപോലെ നിറഞ്ഞു. ദേവിയുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. നിറഞ്ഞ പീലികൾ കൊണ്ട് അവൾ കണ്ണുനീര് പുറത്തു കിടക്കാതെ അടച്ചു പിടിച്ചു. ജയന് മനസ്സിലായി അവളുടെ അവസ്ഥ. ചേർത്തു പിടിച്ചു. ഞാൻ കൂടെയുണ്ട് എന്ന് പറയാതെ പറഞ്ഞു. എപ്പോഴോ ഇരുവരും നിദ്രയിലേക്ക് വഴുതി വീണു. ഉച്ചയ്ക്ക് പോകാനായി കരുതിയെങ്കിലും ജയൻ ഓഫീസിൽ നിന്ന് നിരന്തരം ഫോൺ വിളികൾ വന്നതുകൊണ്ട് അവർ രാവിലെ തന്നെ പുറപ്പെടാൻ തയ്യാറായി ഇറങ്ങാൻ നേരം ഭവാനിയമ്മ എന്തൊക്കെയോ പൊതിഞ്ഞു കെട്ടി ദേവിക്ക് കൊടുത്തു. ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ടായിരുന്നു അമ്മേ. ഞങ്ങളുടെ വിവാഹം അധികം ആരെയും അറിയിക്കാതെ പെട്ടെന്ന് നടത്തിയതല്ലേ.
അതുകൊണ്ട് സുഹൃത്തുക്കൾക്കും ഓഫീസിലെ സ്റ്റാഫിനും വേണ്ടി ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എല്ലാവരെയും വിളിക്കും. എല്ലാവരും നേരത്തെ അങ്ങ് എത്തിയേക്കണം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോനെ? മോൻ എപ്പോഴാണെന്ന് അറിയിച്ചാൽ മതി. എല്ലാവരും കൃത്യമായി അവിടെ എത്തും. കാറിനടുത്ത് വരെ അമ്മുവും ജയൻ്റെ തോളിൽ തൂങ്ങി ചെന്നു. ദേവനോട് ഇടപഴകാൻ അവൾക്ക് അങ്ങനെയായിരുന്നു. അതുപോലെയായിരുന്നു ജയനോടും. അത് കാണുന്നവർക്കും മനസ്സിലാകും. ദേവിയെ യാത്രയാക്കി തിരികെ കയറുമ്പോൾ ഭവാനിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. ജയനെ കാണുമ്പോൾ എൻ്റെ മോൻ മരിച്ചിട്ടില്ലെന്ന് തോന്നും. ഹരി അവരെ ചേർത്ത് പിടിച്ചു. അമ്മ അങ്ങനെ തന്നെ വിശ്വസിക്കൂ. ജീവിച്ചിരിക്കുമ്പോൾ ദേവേട്ടനും ജയേട്ടനും ഒരാത്മാവും രണ്ട് ശരീരവുമായി ജീവിച്ചവരാണ്. ദേവേട്ടൻ മരിച്ചെങ്കിലും ആ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ആത്മാവ് ജയേട്ടനോടൊപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ വിശ്വസിക്കാനാണ് അമ്മേ എനിക്കും ഇഷ്ടം. ജയൻ തന്നെയാണ് ഓഫീസിലെ സ്റ്റാഫിനോടെല്ലാം ഫംഗ്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനിടയിൽ ദത്തൻ്റെ വീട്ടുകാരെയും ഹരിയോടും ഭവാനിയമ്മയോടും അമ്മാവനോടും പ്രത്യേകം ക്ഷണം അറിയിച്ചു. സിദ്ധുവിനോടും രമ്യയോടും സച്ചുവിനോടും അമ്മായിയോടും അമ്മയെയും കൂടെ കൂട്ടണമെന്ന് പ്രത്യേകം പറഞ്ഞു. സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഒഴിവ് കഴിവുകൾ പലതും പറയും. അതുകൊണ്ടാണ് പ്രത്യേകം അമ്മയെ കൂടെ കൂട്ടാൻ പറഞ്ഞത്. വീട്ടിൽ വലിയ ഒരുക്കങ്ങളൊന്നുമില്ലായിരുന്നു. ഇവന്റ് മാനേജ്മെൻറ്റുകാരാണ് ഫുഡിനോട് ഏർപ്പാടാക്കിയത്. മാതുമോൾക്ക് ദേവിക്കും ഡ്രസ്സ് എടുത്തു. അവളുടെ നിർബന്ധം കാരണം ജയനും എടുത്തു ഡ്രസ്സ്. പിന്നെ അമ്മയ്ക്കും. രാവിലെ തന്നെ എല്ലാവരും ജയൻ്റെ വീട്ടിലെത്തി. അമ്മു വന്ന പാടെ ചാടിത്തുള്ളി നടന്നു. എൻ്റെ അമ്മു, നിനക്കെതിരെ പതിയെ നടന്നാൽ എന്താ പെണ്ണെ കുഴപ്പം? ദത്തൻ കീ കൊടുത്തു കൊണ്ട് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭവാനിയമ്മയ്ക്കും മഹേശ്വരിയമ്മയ്ക്കും ചിരിയാണ്. സിദ്ധുവും രമ്യയും മാതുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് സിദ്ധുവിനെ നന്നായി ഓടിക്കുന്നുണ്ട്. സിദ്ധു അവളുടെ താളത്തിന് പിന്നാലെ ഓടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി മാലതി? ഡോക്ടർ എന്ത് പറഞ്ഞു? മഹേശ്വരിയമ്മ ചോദിച്ചു. രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. സ്കാനിങ്ങും ടെസ്റ്റും ഒക്കെ എടുത്തു. ഇനി ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മതി. അതൊക്കെ സമയമാകുമ്പോൾ നടന്നുകൊള്ളും. നമ്മൾ വെറുതെ ധൃതി പിടിക്കാതിരുന്നാൽ മതി. ഉച്ചയ്ക്ക് പുറത്തുനിന്നും സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി സന്തോഷത്തോടെ അത് കഴിച്ചു. വൈകുന്നേരം 6 മണിക്കാണ് ബാക്കി ഫംഗ്ഷൻ സെറ്റ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് അലങ്കാരമൊന്നുമില്ലായിരുന്നെങ്കിലും സിദ്ധുവിനെയും ഹരിയുടെയും ദത്തൻ്റെയും നിർബന്ധം കാരണം അവരെല്ലാവരും കൂടെ ചെറിയ രീതിയിൽ അലങ്കാരമൊക്കെ ചെയ്തു. അമ്മുവും രമ്യയും ദേവിയെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഗോൾഡൻ കളർ ഹെവി വർക്കുള്ള ഒരു സാരിയാണ് ജയൻ അവക്കായി എടുത്തു വെച്ചത്. അമ്മുവും രമ്യയും കൂടിയാണ് ദേവിയെ അത് ഉടുപ്പിച്ചത്. വൺ സൈഡ് പ്ലേറ്റ് ഇട്ട് സാരി വിടർത്തിയിട്ടു. ഇരു സൈഡിൽ നിന്നും അല്പം മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്തു വെച്ചു. മുല്ലമാല വാങ്ങി വെച്ചിരുന്നത് ഭംഗിയായി മുടിയിൽ ചൂടി. നെറ്റിയിൽ ചെറിയൊരു പൊട്ടും സീമന്തരേഖയിൽ ആവശ്യത്തിന് സിന്ദൂരവും. താലിമാല മാത്രമേ കഴുത്തിലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു മുല്ലമുട്ടുമാല കൂടി എടുത്തണിഞ്ഞു. അവളുടെ ഭംഗിയും ആകാരവടിവും ഒന്നുകൂടി ആ സാരിയിൽ തിളങ്ങി. രമ്യയും അമ്മുവും പോലും അതിശയിച്ചു പോയി. ദേവൻ്റെ മരണശേഷം ആദ്യമായാണ് ദേവി ഇത്രയും ഭംഗിയായി ഒരുങ്ങുന്നത്. മാതുമോൾക്ക് ഗോൾഡൻ കളറിലുള്ള പട്ടുപാവാടയായിരുന്നു വേഷം. മുടി മുഴുവനും ബാക്കിലേക്ക് ചീവി ബണ്ണിട്ടു. അതിൽ മുല്ലപ്പൂ ചൂടി വെച്ചു. നെറ്റിയിൽ കുഞ്ഞൻ പൊട്ടും, കവിളിൽ വലിയൊരു കറുത്ത കുത്തും. വൈകുന്നേരത്തോടുകൂടി ഓഫീസിൽ നിന്നും കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും ഏകദേശം 25ഓളം സ്റ്റാഫ് വന്നു. ജയൻ ബ്ലൂ ജീനും ബ്ലാക്ക് ടീഷർട്ടും ഇടം കൈയിൽ വാച്ചും വലത് കൈയിൽ ബ്രേസ്ലെറ്റും. ഡ്രസ്സ് മാറി വരുമ്പോൾ റൂമിൽ നിന്നും അമ്മുവിനെയും രമ്യയുടെയും ചിരിയും കളിയും. വെറുതെ ഒന്ന് എത്തി നോക്കിയപ്പോൾ കണ്ടു ഗോൾഡൻ കളർ സാരിയിൽ തിളങ്ങി നിൽക്കുന്ന പെണ്ണിനെ. കണ്ണെടുക്കാൻ തോന്നിയില്ല ജയന്. അളിയോ, എന്താണ് വശപ്പിശക്ക് പിടിച്ചൊരു നോട്ടവും ഭാവവും? ജയനെ കളിയാക്കിക്കൊണ്ട് സിദ്ധു അവിടേക്ക് വന്നു. ഒന്നുമില്ല പൊന്നോ. ജയൻ അവിടെ നിന്നും പതിയെ വലിയാൻ നോക്കി. അങ്ങനെ അങ്ങ് പോയാലോ? ഞാനും കൂടി കാണട്ടെ. സിദ്ധു എത്തി നോക്കുമ്പോൾ അതാ നിൽക്കുന്നു ദേവി. ആഹാ, കൊള്ളാമല്ലോ. സ്വന്തം മുതൽ തന്നെ നോക്കി ആസ്വദിക്കുമായിരുന്നല്ലേ. ഒന്ന് പോയേ സിദ്ധു. നിന്നെ ഞാൻ. സിദ്ധുവിനെയും വലിച്ചുകൊണ്ട് ജയൻ താഴേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ മോളെയും എടുത്തുകൊണ്ട് ദേവിയും അമ്മുവും രമ്യവും പിന്നാലെ വന്നു. സ്റ്റാഫിൻ്റെ എല്ലാം കണ്ണ് ദേവിയിലായിരുന്നു. സ്ത്രീകൾ അവളെ നോക്കി അസൂയപ്പെട്ടു. അത്രയും ഭംഗിയായിരുന്നു ദേവിയെ കാണാൻ. മഹേശ്വരിയമ്മ അഭിമാനത്തോടെ ജയനെ നോക്കി. കമലയ്ക്കും മകളുടെ സന്തോഷം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. തൻ്റെ മകൾ ദീർഘസുമാംഗലിയായിരിക്കണേ എന്ന് അവർ സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. ഭവാനിയമ്മയും അവളെ കണ്ണെടുക്കാതെ നോക്കി. തൻ്റെ മകനും അനുഭവയോഗം കൊടുത്തില്ലല്ലോ എന്നവർ ഓർത്തു. ഈശ്വര, എൻ്റെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ. മനസ്സുരുകി അവർ പ്രാർത്ഥിച്ചു. സ്റ്റേജിൽ ജയനടുത്തായി ദേവിയും മകളും കുഞ്ഞും നിന്നു. ജയൻ തന്നെ ദേവിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞാൻ വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നൊക്കെ പരാതി പറഞ്ഞത് എൻ്റെ വൈഫിനെ കാണിക്കാത്തത് കൊണ്ടല്ലേ? കണ്ടില്ലേ, ഇതാണ് ദേവി. സാർ, വൈഫ് സംസാരിക്കില്ലേ? കൂട്ടത്തിൽ ആരോ ഒരാൾ ചോദിച്ചു. ആര് പറഞ്ഞ് സംസാരിക്കില്ലെന്ന്? അവൾ സംസാരിക്കുകയും ചെയ്യും, നന്നായി പാട്ടും പാടും. സിദ്ധു അത് പറയുമ്പോൾ എല്ലാവരും അതിശയത്തിൽ ദേവിയെ നോക്കി. അമ്മുവും ഭവാനിയമ്മയും മഹേശ്വരിയും എല്ലാം മുഖത്തോടും നോക്കി. മാലതയും കമലവും ചിരിച്ചു.
സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവൾ എല്ലാ പാട്ട് മത്സരത്തിലും ഒന്നാമതാണ്. വിവാഹം കഴിഞ്ഞു പോയതിൽ പിന്നെ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല. രമ്യയ്ക്ക് അറിയാമായിരുന്നു. ഈ വിവരം ദേവൻ അറിയാമോ എന്ന് പോലും സംശയമാണ്. മാലതി പറഞ്ഞു. ജയന് സത്യത്തിൽ അതൊരു ഷോക്കായിരുന്നു. ദേവി പാടുമെന്ന് പറഞ്ഞത് ജയൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ദേവിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലും. അതിഥികളാണെങ്കിൽ പാട്ട് പാടാൻ അവളെ നിർബന്ധിക്കാനും തുടങ്ങി. ജയനാണെങ്കിൽ ആകെ പെട്ടുപോയി. സിദ്ധുവും വിചാരിച്ചില്ല എല്ലാവരും കൂടി ഇപ്പോൾ ദേവിയോട് പാടാൻ പറയുമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നായി. ജയന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. സിദ്ധു ദേവിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ഇങ്ങനെ ആവുമെന്ന് ഏട്ടൻ കരുതിയില്ല. ഇനിയിപ്പോൾ ജയൻ്റെ മാനം കാക്കുന്നതിന് വേണ്ടിയെങ്കിലും നീ ഒരു 2 വരി പാടിയേ പറ്റൂ. ദേവി സിദ്ധുവിനെ ദഹിപ്പിച്ച മട്ടിൽ നോക്കി. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധം സഹിക്കാതെ ആയപ്പോൾ ജയൻ ആരുടെ മുന്നിൽ നാണം കിടരുതെന്ന് കരുതി അവൾ 2 വരി പാടാൻ തീരുമാനിച്ചു. പാടിക്കഴിഞ്ഞതും കണ്ണുകൾ നിറഞ്ഞു തൂവി. അപ്പോൾ മിഴുവോടെ അവളുടെ കണ്ണിൽ ദേവന്റെ മുഖം നിറഞ്ഞു നിന്നു. തങ്ങളുടെ സ്വകാര്യതയിൽ ദേവേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഒരുപാട് തവണ അവളെ കൊണ്ട് പാടിക്കുമായിരുന്നു.